എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. അതൊരു വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. എന്നാൽ അത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. കാര്യം ഇന്നത്തെ കാലത്ത് ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഒരു ഭാഗത്തൊരു മത്സരമാണ്, മറ്റൊരു ഭാഗത്തതൊരു ബിസിനസ്സായിട്ടുള്ളൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു സ്കൂളിൻ്റെ ചുറ്റുപാട് നല്ലൊരു രീതിയിലുള്ളൊരു വനമാക്കി മാറ്റിയൊരു കാഴ്ചയായിരുന്നു അത് കണ്ടത്. നല്ലൊരു പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നൊരു രീതിയിൽ അവരുടെ സ്കൂൾ അന്തരീക്ഷം അവർ കെട്ടിപ്പടുക്കുകയുണ്ടായി. അത് കണ്ടപ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഇന്നിപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സത്യത്തിൽ വല്ലാത്തൊരു മത്സരമാണ്. ഒരു വശത്ത് മത്സരമാണ്, ഒരു വശത്ത് അതൊരു ബിസിനസ്സായിട്ടുള്ളൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അത് നിങ്ങളുടെ അടുത്ത് ഞാനത് പങ്കുവയ്ക്കുകയാണ് ആ വീഡിയോ കൂടെ. മാത്രമല്ല, നമ്മളൊക്കെ പഠിച്ചു വന്നിരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ചുറ്റുപാടായിരുന്നു. കാര്യം നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ തന്നെ അവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തു പോകും. അത്രത്തിൽ നമ്മളുമായിട്ട് അവർ അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു സാഹചര്യമല്ല നമ്മുടെ ചുറ്റുപാടുള്ളത്. അതുകൊണ്ട് തന്നെയും ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു രീതിയിൽ കുറച്ച് വിദ്യാർത്ഥികൾക്കൊപ്പം കൂടെ നിൽക്കുന്ന ഒരു സ്കൂളിൻ്റേതായ അവരുടേതായ അധ്യാപകരും മറ്റുള്ള സ്കൂളിൻ്റെ അധികൃതരുമായിട്ടുള്ളൊരു ആ ഒരു സപ്പോർട്ട് കൂടി നമുക്കെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഇത്രയും നല്ലൊരു രീതിയിലൊരു ചുറ്റുപാട് കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം പ്രയത്നിച്ച വിദ്യാർത്ഥികളെയും അതിന് കൂടെ നിന്ന ആ സ്കൂൾ അധികൃതരെയും നല്ലൊരു കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഒരു തൈ നട്ട് മരമാക്കി വളർത്താൻ വലിയ പാടാണ്. എന്നാൽ കണ്ണൂർ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയെടുത്തത് 4 ഏക്കർ കാടാണ്. കാണാം ആ നല്ല കാഴ്ച. ആദ്യം ഇത് തുടങ്ങുന്നത് 2007 എൻ്റെ അമ്മമ്മ അച്ഛൻ അവരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ആദ്യം ഈ സമയത്ത് ഇവിടെ നല്ല രീതിക്ക് കുടിവെള്ളക്ഷാമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ ഒരു രീതിക്ക് അറ്റ്മോസ്ഫിയർ മാറിയതുകൊണ്ടാവാം ഇപ്പം പൊതുവേ ജലക്ഷാമം വളരെ കുറവാണ്. 4 ഏക്കറിൽ 400-ലധികം സസ്യവർഗ്ഗങ്ങൾ, പൂമ്പാറ്റകൾ, ജീവികൾ, ജൈവ വൈവിധ്യം. കണ്ണൂർ ശ്രീകണ്ഠപുരത്താണ് ഈ നല്ല കാഴ്ച. ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മണ്ണൊരുക്കി, ചെടികൾ നട്ടു. മാറി മാറി വന്ന തലമുറ വളരുന്ന പച്ചപ്പിന് തണലൊരുക്കി. ഇപ്പോൾ ഉദ്യാനം ഒരു ഗംഭീര കാടായി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു നല്ലൊരു ഫീലിലേക്ക് പോകുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ. നമുക്ക് എല്ലാ വിഷമങ്ങളും മറന്നു പോകുന്ന പോലെ തോന്നാം. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവാം, നല്ല സമാധാനം ഉണ്ടാവാം. പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണല്ലോ. പരിപാലനം കുട്ടികളെങ്കിലും സ്ഥലം നഗരസഭയുടേതാണ്. വികസനത്തിന്റെ നെറ്റിപ്പട്ടത്തിൽ അഭിമാനത്തിന്റെ ഹരിതക്കുറിയാണ് ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് ഈ പച്ചപ്പ്. ശരിക്കും പറഞ്ഞാൽ NSS സ്റ്റുഡൻസ് നമ്മുടെ ശ്രീകണ്ഠപുരം സ്കൂള്, ശ്രീകണ്ഠപുരം നഗരസഭകളുടെ അണ്ടറിലുള്ള 16 സ്കൂളുകളിൽ നമ്മുടെ അഭിമാനകരമായ ഒരുപാട് അക്കാദമികേതരവുമായ എല്ലാ തലങ്ങളിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വളരെ അഭിമാന സ്തംഭം എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്കൂളാണ്. കുഞ്ഞുറുമ്പ് മുതൽ കുട്ടിത്തേവാങ്ക് വരെ, തൊട്ടാവാടി തൊട്ട് വൻമരങ്ങൾ വരെ, ചെറുപ്രാണികൾ മുതൽ ഗരുഡശലഭം വരെ, അപൂർവ ജൈവ സമ്പത്ത്. നെടുനായകത്വം TM രാജേന്ദ്രൻ എന്ന ഈ അധ്യാപകനാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കാട് കാത്ത കാവൽ. 17 വർഷമായി കുട്ടികൾ മാറി മാറി വരുന്ന കുട്ടികളാണ് ഇവിടെ ചെടികളെ വെച്ച് പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അത് സംരക്ഷിക്കുന്നു. ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനേക്കാൾ ശ്രമകരമായ ജോലിയാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കുട്ടികൾ മാറി മാറി വരുന്ന വളണ്ടിയർമാർ അവർക്കതിന് ക്യാമ്പുകളൊക്കെ കൊടുക്കും, നേച്ചർ ക്യാമ്പുകളൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം കിട്ടിയ കുട്ടികൾ പരിചരിച്ച് വളർത്തിയെടുത്ത ഒരു വലിയ പാർക്കാണ്.
ഇനിയും കാട് വളരും, പൂക്കൾ പൂക്കും, ചലപില പറയാൻ കിളികളെത്തും. മനസ്ഥിതി പരിസ്ഥിതിയെ മാറ്റിയ ഒരു വിദ്യാലയത്തിന്റെ നല്ല കാഴ്ച. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. ഇനിയൊരു കാര്യം പറയട്ടെ, 2007 ഈ കാടിന്റെ തുടക്കം. അത് കുറച്ച് തൈകളിലൂടെയാണ്. ആ തൈ നട്ടതിൽ ഒരാൾ ഇന്ന് പ്രേക്ഷകർക്ക് ഈ വിഭവങ്ങൾ ഒരുക്കുന്നതിനായി, ആ വിഭവങ്ങൾ ഒരുക്കുന്നതിലുമുണ്ട് ആ ഒരു നന്മയുടെ മനസ്സ്. മറ്റാരുമല്ല, ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ വിനേഷ് കുഞ്ഞിരാമനാണ് 2007 ഈ കാടായി മാറുന്നതിനൊക്കെ തുടക്കമിട്ടവരിൽ ഒരാൾ. അതിനിടയിൽ കണ്ട ഒരു വിദ്യാർത്ഥിയുടെ ചിത്രം, അത് ഞങ്ങളുടെ കണ്ണൂരിലെ ഇപ്പോഴത്തെ റിപ്പോർട്ടർ അർജുൻ കല്യാടാണ്. അപ്പോൾ